ഹായ് വെൽക്കം ബാക്ക് ടു യൂണിവേഴ്സ്. എൻ്റെ പേര് യുവൻ ആൻഡ് ദിസ് ഈസ് മൈ ചാനൽ യൂണിവേഴ്സ്. ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചിട്ടും ഞാൻ ഇതിൽ വന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻഫോർമേഷനിലായിട്ടുള്ള ടോപ്പിക്കുകളായിട്ടാണെങ്കിലും പൊളിറ്റിക്സ് ഓർ എനിത്തിങ് വിച്ച് ഈസ് ഡിഫറെൻറ്റ്, കേൾക്കുമ്പോൾ ആശ്ചര്യമായിട്ട് തോന്നുന്ന ന്യൂസുകളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ഒന്നുകൂടെ വെൽക്കം ബാക്ക് ടു യൂണിവേഴ്സ്. എന്ന് എനിക്ക് പറയാനുള്ളത് അബൌട്ട് ലിറ്ററസി, ബട്ട് കേരളത്തിലുള്ള ലിറ്ററസി അല്ല. യു പിയിൽ ഉത്തർപ്രദേശിൽ പർബാങ് എന്നൊരു സ്ഥലത്ത് ഒരു വില്ലേജ് ഉണ്ട്, നിസാംപൂർ. അവിടെയുള്ള ഒരു വില്ലേജിലെ ഒരു കുട്ടി 10ാം ക്ലാസ് ജയിച്ചു. 10ാം ക്ലാസ് ജയിച്ചത് ഇത്ര വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, അവിടുത്തെക്കാർക്ക് അത് വലിയൊരു കാര്യമാണ്. കാരണം അവിടുത്തെ ഒരു കുട്ടി 10ാം ക്ലാസ് ജയിക്കുന്നത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ്. അതേ സുഹൃത്തുക്കളെ, ദിസ് ഈസ് റിയലി ട്രൂ. സോ ദിസ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഐ കെയിം ത്രൂ. ഇത് നിങ്ങളോട് പറയണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ വില്ലേജിലൊരു കമ്മ്യൂണിറ്റി ഒരു ദളിത് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ന്യൂസ് പേപ്പർ പ്രകാരം ഞാൻ കണ്ടത് 300 പേര് അടങ്ങുന്ന ഒരു പോപ്പുലേഷൻ ആണ് ഈ നിസാം വില്ലേജിൽ ഉള്ളതെന്നാണ്. ബട്ട് ഞാൻ ഗൂഗിൾ സെപ്പറേറ്റ് സെർച്ച് ചെയ്ത ടൈമിൽ അണ്ടർ 1000 എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ അത് പോട്ടെ, അതല്ല നമ്മളുടെ വിഷയം. സോ ഇതിലെ കഥാനായകന്റെ പേരാണ് രാം കേവൽ. യെസ്, ഈസ് എ സ്മാർട്ട് സ്റ്റുഡൻറ്. അവൻ ഫുൾ ടൈം സ്കൂളിൽ പോയി പഠിക്കുന്നൊന്നുമില്ല. അവൻ രാവിലെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നു. അവനൊരു ലേറ്റ് പിടിക്കുന്ന എന്തോ ജോബാണ്. നമ്മൾ കല്യാണത്തിന് പോയാൽ ലേറ്റ് പിടിക്കുന്ന ജോബുണ്ടല്ല, അതാണ് അവന് ചെയ്യുന്ന ജോലി. അവന് ദിവസം 200 to 350 രൂപ അവൻ സമ്പാദിക്കുന്നുണ്ട്. അത് അവൻ വീട്ട് ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നു. ആൻഡ് രാത്രി ഒരു 2 മണിക്കൂർ അവൻ പഠനത്തിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവൻ്റെ ഒരു എന്താ പറയാ, ഒരു ഹാബിറ്റ്. ഇപ്പോൾ അമ്മനെ കുറിച്ച് പറയാന്നാണെങ്കിൽ അമ്മന്റെ പേര് പുഷ്പ. ഷീസ് എ കുക്ക് ഇൻ എ സ്കൂൾ. അവിടെയുള്ള ഒരു സ്കൂളിലെ കുക്കാണ്. ആൻഡ് അച്ഛൻ ഒരു ദിവസക്കൂലിക്കാരനാണ്. ആൻഡ് രാം കേവലിന് 3 സഹോദരങ്ങളുണ്ട്, എല്ലാവരും പഠിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഫാമിലി ഹിസ്റ്ററി നോക്കാന്നുണ്ടെങ്കിൽ. രാം കേവൽ പഠിക്കുന്നത് ഒരു ഗവൺമെന്റ് ഇന്റർ കോളേജ് അഹമ്മദ്പൂർ എന്ന വിദ്യാലയത്തിലാണ്. ആൻഡ് ഹി വാണ്ട്സ് ടു ബി എൻ എഞ്ചിനീയർ ആൻഡ് ഐ ഹോപ്പ് ഹിൽ ബി എൻ എഞ്ചിനീയർ സൂൺ. കാരണം അവൻ്റെ ഒരു ഡിസയർ അത്രത്തോളമാണ്. കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് രാവിലെ മൊത്തം ജോലിക്ക് പോയിട്ട് രാത്രി ഇരുന്ന് പഠിച്ച് 10ാം ക്ലാസ് പാസ്സായ അവനക്ക് എന്തായാലും അവൻ്റെ ഒരു ആഗ്രഹം എന്താണോ അത് എന്തായാലും നടക്കും. കാരണം അവൻ്റെ ഡിസയർ അത്രയും ബേണിംഗ് ആണ്. അത്രയും ഇന്റൻസ് ഡിസയറുള്ള ഒരാൾക്കും അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഐ എം ഷുവർ ഹിൽ ബി എൻ എഞ്ചിനീയർ ഇൻ ഫ്യൂച്ചർ. എനിവേ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വന്നിട്ട് അവനെ ഹോണർ ചെയ്തു. അവനെ മാത്രമല്ല, അവൻ്റെ ഫാമിലിയും. ആൻഡ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ജെസ്റ്റർ ഫ്രം ഗവൺമെന്റ് ഓൾസോ. അതേപോലെ എല്ലാ ഹെൽപ്പും, ഫ്യൂച്ചർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ് അല്ലേ. ഒരാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരാളുണ്ടാവും എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഹാൻഡ്. അപ്പോ ഇതാണ് എനിക്ക് ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആൻഡ് ദിസ് ഈസ് ഇറ്റ്. ആൻഡ് ദ ഫൈനൽ തിങ് എനിക്ക് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൈമിൽ നല്ല പഠിക്കുക, നിങ്ങൾക്ക് പറ്റാവുന്നത്ര പഠിക്കുക. ആൻഡ് എന്താ പറയാ, ദിസ് എ ടൈം ഫോർ ഇറ്റ്. ചെറുപ്പത്തിൽ നിങ്ങൾ എത്രയോ സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നോ അതിൻ്റെ ഒരു
ഈസിനെസ് നിങ്ങൾ കുറച്ചുകൂടി വലുതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് താങ്ക് യു ഫോർ ഹിയറിംഗ് മീ. ബൈ ബൈ.